യെസ്, ട്രിഗ്ണോമെട്രിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് വേഗം വായിച്ചോളൂ. വെരി സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യനിലുള്ളത് ഒരു ബിൽഡിംഗ് ഉണ്ട്, അണ്ടർലൈൻ ചെയ്യുക. ബിൽഡിംഗും ഉണ്ട്, ടവറും ഉണ്ട്. ഏത് കോമൺ സെൻസ് ഉള്ള ആൾക്കും മനസ്സിലാവും, ബിൽഡിങ്ങും ടവറും ഉണ്ടെങ്കിൽ ബിൽഡിംഗ് ആയിരിക്കും ചെറുത്. മനസ്സിലായോ? ടവർ ആയിരിക്കും വലുത്. ഇതാണ് മക്കളെ ടവർ. ക്ലിയർ അല്ലേ? ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെരി സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ടത് ഇത് ജോയിൻ ചെയ്യിപ്പിക്കുക. ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കലാണ് അടുത്തത് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് സ്കെയിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ കറക്റ്റ് ജോയിൻ ചെയ്യിപ്പിക്കുക. ഇങ്ങനെ 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 കറക്റ്റ് ജോയിൻ ചെയ്യിപ്പിക്കുക. ഇതുവരെ മനസ്സിലായോ? ബിൽഡിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മള് കാർട്ടൂണിൽ വരക്കണ പോലെ ഇങ്ങനെ ബിൽഡിംഗ് വരച്ചേക്കല്ല ചെയ്യേണ്ടത്. ടവർ ആവുമ്പോൾ വെറുതെ ടവർ വരച്ചേക്കല്ല, ഒക്കെ ഒരു ലൈനാ വരക്കേണ്ടത്. ഇനി ഇങ്ങോട്ട് മാത്രം നോക്കിക്കോ, ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിച്ചോ. എ മാൻ എന്ന് പറഞ്ഞ് ഇതെന്താ? ഈ സാധനത്തിന്റെ പേരെന്താ? പറയടാ. ബിൽഡിംഗ്. അറിയാമെങ്കിൽ അവിടെ വെറുതെ പെൻസിലോട്ട് എഴുതി വെച്ചോ. ഇതിന്റെ പേരാണ് ബിൽഡിംഗ്. ഇതിന്റെ പേരെന്താ? ടവർ. മനസ്സിലാവാൻ വേണ്ടിട്ട് തന്നതാണ്. ഇത് ബിൽഡിംഗ് ആണ്, ഇത് ടവർ ആണ്. എ മാൻ സ്റ്റാൻഡിങ് ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യന് ഒരു പണി ഇല്ലാണ്ട്, അയാൾക്ക് ഒരു പണി ഇല്ലാണ്ട് എവിടെ കയറി നിൽക്കുകയാണ്? ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ. ഇതാ ഒരു മാൻ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. എന്നിട്ട് സീ ദ ടോപ്പ് ഓഫ് എ ടവർ 40 മീറ്റർ എവേ എന്ന് പറഞ്ഞാല് ഈ ടവറും ഈ ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ് 40 മീറ്റർ ആണ്. ഈ ബിൽഡിങ്ങും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് 40 മീറ്റർ ആണ്. ബുദ്ധിമുട്ടില്ലല്ലോ? എലിവേഷൻ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് നോക്കുന്നതിനെയാണ് എലിവേഷൻ എന്ന് പറയുന്നത്. ഈ മാൻ ഇതിന്റെ മുകളിലേക്ക് നോക്കുന്നതിന് പറയുന്ന പേരാണ് എലിവേഷൻ. താഴേക്ക് നോക്കുന്നതിന് എന്താ പറയുക? ഡിപ്രഷൻ. എലിവേഷൻ എത്ര ഡിഗ്രിയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്ര ഡിഗ്രിയാണ്? 35. എലിവേഷൻ 35 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ ഈ മാന് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ താഴേക്ക് നോക്കുന്നുണ്ട്. ഇവിടെ തന്നെ നിന്നിട്ട് ഈ ടവറിന്റെ താഴേക്ക് നോക്കുന്നുണ്ട്. താഴേക്ക് നോക്കുന്നത് എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രിയാണ്. താഴേക്ക് നോക്കുന്നത് 50 ഡിഗ്രിയാണ്. താഴേക്ക് നോക്കുന്നത് 50 ഡിഗ്രിയാണ്. ഇത് ക്ലിയർ ആണോ? ഇവിടെ 35ഉം ഇവിടെ 50 വന്നത് മനസ്സിലായോ? ഇനി നേരെ നോക്കിയിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വെരി സിമ്പിൾ ആയിട്ടാ പറഞ്ഞിരുന്നത്. ഇവിടെ 50 ആണ്, ഇവിടെ എത്ര? 40. അതെങ്ങനെ ഇവിടെ 40 ആയത്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 90 കിട്ടണം. ഈ സുനാപ്പി എന്തായാലും 90 വരിക. ഇവിടെ 90 ഉണ്ട്, ഇവിടെ 40 ഉണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? 50 വരും. അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാനുള്ള സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. ഇവിടെ എന്താണോ ഡിപ്രഷൻ അതെന്നെ ഇവിടെ എഴുതി കൊടുത്താൽ മതി. ഡിപ്രഷൻ എന്താണോ അതെന്നെ ഇവിടെ എഴുതി കൊടുത്താൽ മതി. ക്ലിയർ ആണോ? അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ 50 ആണെങ്കിൽ ടോട്ടൽ 90 ആവാം. 40 വേണം. ഇവിടെ 90, 40 90 എത്രയായി? 140. പിന്നെ ഇവിടെ 50 ഇട്ട് കൊടുക്കുക. ക്ലിയർ അല്ലേ? സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നേരെ നോക്കിയിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സിമ്പിൾ ആയിട്ട് പറയുന്നത്. ഈ 40 ഇല്ലേ, ഇങ്ങോട്ട് നോക്കിക്കോ. ഈ 50 ഇല്ലേ, ഇതിന്റെ ഓപ്പോസിറ്റ് കാണണം. അഡ്ജസന്റ് തന്നിട്ടുണ്ട്. നേരെ കണ്ണ് തുറന്നു നോക്ക്. 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കാണണം. 50 ഡിഗ്രിയുടെ അഡ്ജസന്റ് തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റും അഡ്ജസന്റും തമ്മിലുള്ള ഇക്വേഷൻ ഏതാണ്? ടാൻ. സോ നമ്മൾ ഇവിടെ എ ക്വസ്റ്റ്യൻ ഫിഗർ വരക്കാനാണ്, ബി ക്വസ്റ്റ്യൻ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് കാണാനാണ്. സോ നമ്മൾ ഇവിടെ കാണേണ്ടത് ടാൻ ആണ്. എന്താണ് ടാന് കാണാനുള്ള ഇക്വേഷൻ? ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ബിൽഡിംഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഇവിടെ എ ബി എന്തെങ്കിലും കൊടുക്കാം. എ ബി ഓപ്പോസിറ്റ് നിലയിൽ എ ബി. അഡ്ജസന്റ് എന്നുള്ളത് എന്താണ്? 40. സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത ആൻസർ ആയി ടാൻ 50 × 40. ടാൻ 50 എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. 1.19 × 40.
1.19 ഇൻറ്റു 40 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടും 47.6 എന്ന ആൻസർ കിട്ടും. 476 കിട്ടുക. ഒരു പോയിന്റ് ഇവിടെ 2 പോയിന്റ് ഇവിടെ മാറ്റിയിടാനുള്ളത് കൊണ്ട് 47.6 എന്ന് കിട്ടും. അതിന്റെ ഡിസ്റ്റൻസ് 47.6. അങ്ങനെയാണ് ഇവിടെയും 47.6 ആണ് കിട്ടുക. പക്ഷെ നമുക്കിതാ ഈ ടോട്ടൽ ടവർ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസും കൂടെ കാണണം. സോ നമ്മൾ ഈ 35 വെച്ചിട്ട് ചെയ്യാണ്. നേരെ നോക്കിയിരിക്കുക, 35ന്റെ ഓപ്പോസിറ്റ് കാണണം. അഡ്ജസന്റ് തന്നിട്ടുണ്ട്. ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണ്ടേ? 35ന്റെ ഓപ്പോസിറ്റ് കാണണം. അഡ്ജസന്റ് തന്നിട്ടുണ്ട്. ഏത് ഇക്വേഷനാ? ഞാനിപ്പോ ഇവിടെ എ ബി കൊടുത്തു, സി ഡി ഇ എന്ന് കൊടുക്കുകയാണ്. പറഞ്ഞോ, ഇത് ഡി ആണ് കേട്ടോ, ഇത് ഡി ആണ്. പറഞ്ഞോ, ഏത് ഇക്വേഷനാ? 35ന്റെ ഓപ്പോസിറ്റുള്ള സി ഡി കാണണം. 40 തന്നിട്ടുണ്ട്. ഏത് ഇക്വേഷനാ? tan. So tan 35 is equal to CD by, കണ്ടോ, 35ന്റെ ഓപ്പോസിറ്റ് CD ആണ്. അഡ്ജസന്റ് ആരാ? 40. നേരത്തെ പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. CD is equal to tan 35 into 40. എന്താണ് tan 35? tan 35 എത്രയാണ് പറടാ? 0.7 അല്ലെ? 0.7 ഇൻറ്റു 40. വേണമെങ്കിൽ 70 എന്ന് എഴുതാം, തല്ലുണ്ടാക്കല്ലേ. ആൻസർ 4 ഇൻറ്റു 7 280 കിട്ടും. 280 കിട്ടും. 40 ഇൻറ്റു 7 മൾട്ടിപ്ലൈ ചെയ്താൽ 280 കിട്ടും. ഒരു പോയിന്റ് മാറ്റിയിടണം. സോ ഇവിടെ 28 കിട്ടും. സോ നമുക്ക് കാണേണ്ടത് ഈ ടോട്ടൽ ടവർ ആണ്. ടോട്ടൽ ടവർ കിട്ടാൻ അത് രണ്ടും ആഡ് ചെയ്യണം. ടോട്ടൽ ടവറിന്റെ ഹൈറ്റ് കിട്ടാൻ അത് രണ്ടും ആഡ് ചെയ്യണം. ഏതൊക്കെ രണ്ടും അറിയോ? 47.6ഉം 28ഉം കൂടി ആഡ് ചെയ്യുക. ഇത് സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. 75.6 മീറ്റർ എന്ന് കിട്ടും. ഇത് സിമ്പിൾ ആണ്. 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പഠിക്കൽ നിർബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.